പ്രൊഫസർ ജി ശങ്കരപ്പിള്ള മെമ്മോറിയൽ സെന്റർ ഓഫ് പെർഫോമിംഗ് ആർട്സും രംഗപ്രഭാതം സംയുക്തമായി പ്രൊഫസർ ജി ശങ്കരപ്പിള്ള അനുസ്മരണവും നാടക അവതരണവും സംഘടിപ്പിച്ചു. പ്രൊഫസർ ജി ശങ്കരപ്പിള്ള മെമ്മോറിയൽ സെന്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് ചെയർമാൻ ഡോക്ടർ എൻ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത് വാമനപുരത്തിന്റെ ആദരണീയനായ എം.എൽ.എ. അഡ്വക്കേറ്റ് ഡി കെ മുരളിയാണ്. ദൂരദർശൻ മുൻ പ്രോഗ്രാം ഡയറക്ടറും മാധ്യമപ്രവർത്തകനുമായ ശ്രീ ബൈജു ചന്ദ്രൻ പ്രൊഫസർ ജി ശങ്കരപ്പിള്ള അനുസ്മരണം നടത്തി. നാടകം എന്ന കലയുമായി അത്രയധികം താദാത്മ്യപ്പെട്ട, നമുക്ക് വലിയൊരു പര്യായം പോലെ പറയേണ്ട ഒരു പേരാണ് പ്രൊഫസർ ജി ശങ്കരപ്പിള്ള. എൻ്റെ അറിവിൽ, എൻ്റെ വായനയിൽ, നാടകത്തെക്കുറിച്ചുള്ള എൻ്റെ പരിമിതമായ ധാരണയിൽ നാടകത്തെ ഇത്രയധികം സ്നേഹിച്ചിട്ടുള്ള, അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രണയിച്ചിട്ടുള്ള മറ്റൊരു വ്യക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആരെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ നിലയിൽ തന്നെ, ഒന്നാമത്തെ നിലയിൽ അവരോടൊപ്പം ഇരിക്കാൻ അർഹതയുള്ള വ്യക്തിയായിരുന്നു ശങ്കരപ്പിള്ള. 24 മണിക്കൂർ നാടകത്തിന് വേണ്ടി മാത്രം ജീവിച്ച, നാടകം ശ്വസിച്ച ഒരു വ്യക്തി. വാസ്തവത്തിൽ ഈ തലമുറയിൽപ്പെട്ട ഈ വരുന്ന എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികളൊക്കെ എത്ര നിർഭാഗ്യവതികളുമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ പ്രസൻസ് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. കവിയും ആകാശവാണി ഉദ്യോഗസ്ഥനുമായിരുന്ന ശ്രീ മുഖതല ശ്രീകുമാർ മുഖ്യാതിഥിയായി. ആശംസ അർപ്പിച്ചത് എസ്.ആർ. സുനിൽകുമാറും സ്വാഗതം ആശംസിച്ചത് കെ. ശശികുമാർ സിത്താരയും നന്ദി ഹരീഷ് രംഗപ്രഭാതം പറഞ്ഞു. ചടങ്ങിൽ അഭിഷേക് രംഗപ്രഭ രചനയും സംവിധാനവും നിർവഹിച്ച് പ്രൊഫസർ ജി ശങ്കരപ്പിള്ള മെമ്മോറിയലിന്റെ പേരിൽ തയ്യാറാകുന്ന പുതിയ നാടകമായ വിശുദ്ധ നാട് എന്ന നാടകത്തിന്റെ പോസ്റ്റർ റിലീസ് ആദരണീയനായ എം.എൽ.എ. രംഗപ്രഭാത് പ്രസിഡന്റ് കെ.എസ്. ഗീതയ്ക്ക് നൽകി റിലീസ് ചെയ്തു. തുടർന്ന് കേരള സംഗീത നാടക അക്കാദമിയുടെ തിരുവനന്തപുരം ജില്ലാ കേന്ദ്ര സമിതിയിലേക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കെ.എസ്. ഗീതയെയും സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത സൈജു രാജിനെയും രംഗപ്രഭാതിലെ കലാകാരന്മാർ അനുമോദിച്ചു. തുടർന്ന് അഭിഷേക് രംഗപ്രഭാത് രചനയും സംവിധാനവും നിർവഹിച്ച് പ്രൊഫസർ ജി ശങ്കരപ്പിള്ള മെമ്മോറിയൽ സെന്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് അവതരിപ്പിച്ച 2 നരകൾ എന്ന നാടകം അവതരിപ്പിക്കപ്പെട്ടു. കാണികൾക്ക് പുത്തൻ ഉണർവേകാൻ നാടകത്തിന് കഴിഞ്ഞെന്നും ഇന്നത്തെ തലമുറ കാണേണ്ട നാടകമാണെന്നും കാണികൾ അഭിപ്രായപ്പെട്ടു. രംഗപ്രഭാത് പ്രസിഡന്റ് കെ.എസ്. ഗീത, ചീഫ് കോർഡിനേറ്റർ എസ്. ഹരികൃഷ്ണൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.